സ്വന്തം ഗർഭപാത്രത്തിന്റെ ഒരു അമ്മയുടെ വില അറിയാത്തോണ്ടല്ലേ എന്റെ മോളുടെ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അത്ര ക്രൂരമായിട്ട് അവള് നശിപ്പിക്കാൻ നോക്കിയേ. ഐശ്വര്യെ പോലൊരു ദുഷ്ടയ്ക്കല്ലാതെ ആർക്കാ ഒരു കുഞ്ഞിനെ നശിപ്പിക്കാൻ വിഷം തരാനാവുക? അതെ, അന്നേ അവളെ ശരിക്കും മനസ്സിലാക്കണമായിരുന്നു. ആ നിമിഷം തന്നെ അവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണമായിരുന്നു. അത് ചെയ്തില്ല. അത് ശരിക്കും എനിക്ക് പറ്റിയ തെറ്റാ. അപ്പോഴും ഞാൻ കരുതി അവളും ഒരു മനുഷ്യ സ്ത്രീയല്ലേ, എന്റെ അരുണിന്റെ ഭാര്യയല്ലേ. ക്രമേണ അവള് പശ്ചാത്തപിക്കൊന്ന് നേരെയാവുമെന്ന്. പക്ഷെ എവിടെ, എങ്ങനെ നന്നാവാനാ? ഈ ഗർഭപാത്രം നഷ്ടപ്പെടുത്തിയതുപോലെ അവള് മനസ്സ് ഇളക്കി മാറ്റിയിരിക്കുകയാണോ? അതാ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഇത്രമാത്രം ഐശ്വര്യ വളർത്തിയത് ഞാനും കൂടിയാ. അതിന്റെ വിഷമാ എനിക്കിപ്പോ തീരാത്ത. ആട്ടി ഓടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് എന്റെ അരുണിനെയും ഈ കുടുംബത്തെയും നിരന്തരം ചതിച്ചുകൊണ്ടിരുന്ന ഐശ്വര്യയെ ഞാൻ കൂട്ടുപിടിച്ചു. അവളെ സ്വന്തം മകളായിട്ട് സ്നേഹിച്ചു. ദൈവം വലിയവനാ. അതിനുള്ള ശിക്ഷ ഇപ്പൊ എനിക്ക് കിട്ടി. ഇതെല്ലാം എന്റെ വീഴ്ചയായിട്ടാ എനിക്ക് തോന്നുന്നത്. ഇതിന്റെ വേദന ഞാൻ അനുഭവിക്കാനുള്ളത്. ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കാതെ എനിക്കിനി ഉറക്കം വരില്ല. ശരിക്കും വിശപ്പ് പോലും ഉണ്ടാവില്ല. അമ്മ, കഴിഞ്ഞത് കഴിഞ്ഞു. അമ്മ വന്നേ. അമ്മ ആദ്യം വന്ന് എന്തേലും ഒന്ന് കഴിക്കുക. വാ. കഴിക്കുന്നത് പിന്നെ. ആദ്യം നീ ഈ വീട്ടിലുള്ള എല്ലാവരെയും ഹോളിലേക്ക് വിളിക്കും. വേഗം വേണം. അമ്മ, എല്ലാരെയും ഹോളിലേക്ക് വിളിക്കാനോ? എന്തിനമ്മ? ആനന്ദേട്ടന് ഞാനും ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതെല്ലാരെയും അറിയിക്കാനാ. മോള് ചെല്ല്. ഇനി അത് വൈകിച്ചുകൂടാ. ആ തീരുമാനങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടെ ഉടൻ നടപ്പാക്കണം. നീ ചെന്നേ, എല്ലാവരെയും വിളിക്കും. ഉടനെ വേണം. പറഞ്ഞു കൃത്യസമയത്ത് തന്നെ വക്കീലെത്തിയല്ലോ. ആ വസു, അഡ്വക്കേറ്റ് എത്തി. എല്ലാരോടും വരാൻ പറയൂ. എന്താ സാർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? മക്കളെല്ലാരും വരട്ടെ, പറയാം. നമസ്കാരം. നമസ്കാരം. എന്താ? അപ്പോ എല്ലാരും എത്തിയല്ലോ. ഇനി കാര്യത്തിലേക്ക് കടക്കാം. വസു, അഡ്വക്കേറ്റിനെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചത് എന്തിനാണെന്ന് പറയും. ഞാനും ആനന്ദേട്ടനും ചേർന്ന് ഈ കുടുംബത്തെ സംബന്ധിക്കുന്ന ചില തീരുമാനങ്ങൾ എടുത്തു. അത് നിങ്ങൾ മക്കളെ അറിയിക്കാനും
ചർച്ചയ്ക്ക് ശേഷം അത് നടപ്പാക്കാനുമാണ് അഡ്വക്കേറ്റിനെ ഇവിടേക്ക് വിളിപ്പിച്ചത്. അമ്മേ, എന്താ കാര്യം? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം തന്നെ ഐശ്വര്യയുടെ ഇഷ്യൂസാണ്. ഇനിയും ഇത് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ലെന്ന് ബോധ്യമായി. നമ്മുടെ കുടുംബത്തിൽ ആകെയുള്ള സ്വത്തുക്കൾ, കമ്പനി എല്ലാം നിങ്ങൾ മക്കൾക്ക് വിധിച്ചു നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഏട്ടാ, അതെ, ഈ സ്വത്തെല്ലാം ഷെയർ ചെയ്യുന്നതാ എന്തുകൊണ്ട് ഉചിതമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതാ അതിന് അമ്മേ, സ്വത്തിന്റെ കാര്യം ഞങ്ങൾ മക്കൾ ആരെങ്കിലും ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. ഇല്ല, നിങ്ങൾ ആരും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇനി അതാ നല്ലത്. എല്ലാം പ്രമാണം ചെയ്തു വെക്കണം. അമ്മേ, നമ്മളിവിടെ എല്ലാവരും ഒന്നിച്ചു കഴിയല്ലേ? പിന്നെ എല്ലാം ഷെയർ ചെയ്ത് എല്ലാവരും സെപ്പറേറ്റ് ആവണമെന്നാണോ അമ്മയുടെ അച്ഛൻ്റെ തീരുമാനം? അതെങ്ങനെ ശരിയാവുക? എല്ലാവരും ഈ വീട്ടില് സന്തോഷത്തോടെ എന്നും കഴിയണമെന്നല്ലേ അമ്മ എപ്പോഴും പറയാറ്. അതാ ഞങ്ങൾക്കും ഇഷ്ടം. ആ തീരുമാനം തന്നെയാ ഞങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത്. അതിനൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. എല്ലാവരും സന്തോഷത്തോടെ എന്നും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. അമ്മേ, ഇപ്പൊ എന്തിനാ ഇങ്ങനെ ഒരു ഭാഗം വയ്ക്കല്? അത് വേണോ? അത് വേണം മോനെ. നാളെ ഒരു സമയത്ത് നിങ്ങൾ മക്കൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ അതാ നല്ലത്. സ്വത്തുവകകൾ വീതം വയ്ക്കുന്ന കാര്യത്തിലും ഞാനും ആനന്ദേട്ടനും ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫാക്ടറി ശരിക്കും പ്രോഫിറ്റായി നടത്തിയിട്ടുള്ളത് അഖി ശ്യാമയാ. അതിവിടെ ആർക്കും മറക്കാൻ പറ്റില്ല. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? എന്നാ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ണീര് കുടിപ്പിച്ചിട്ടുള്ളതും ശ്യാമയാ. അതിനല്ല എനിക്ക് ശ്യാമയോട് പ്രായശ്ചിത്തം ചെയ്യണം. അയ്യോ അമ്മ, അത് ഞാൻ... ശ്യാമ ഇപ്പൊ സംസാരിക്കണമെന്നില്ല, പറയുന്ന കേട്ടാ മതി. നമ്മുടെ ആകെ സ്വത്തിന്റെ 50% അഖിക്കും അരുണിനും ആദിത്യനും തുല്യമായി തന്നെ വീതിച്ചു നൽകുന്നു. ബാക്കി 50% സ്വത്തുവകകൾ ശ്യാമയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എഴുതി വയ്ക്കാൻ പോവാ. ആർക്കെങ്കിലും എതിരുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അത് വെറുതെ അല്ല, ഈ കുടുംബത്തിന്റെ നല്ലതിനാ. അതിൽ എനിക്കും അനന്തേട്ടനും ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഈ കുടുംബത്തിലെ എല്ലാവരുടെയും ഭാവിയെ കരുതിയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്.
ആർക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ഇപ്പൊ പറയാം. അച്ഛാ അത് അഖി ശ്യാമയെ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയണമെന്നില്ല. ആദ്യം അരുണോ അമൃതയും പറയട്ടെ. എനിക്ക് യാതൊരു എതിർപ്പുമില്ല, സന്തോഷമേ ഉള്ളൂ. ഇഷ്ടം. അതെ അച്ഛാ, അമ്മേ എനിക്ക് 100 വട്ടം സമ്മതം. ആദ്യന്റെയും അരുണിന്റെയും അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അപ്പൊ തീരുമാനമായി. ഇതാണ് തീരുമാനം. ഡോക്യുമെന്റ്സ് എല്ലാം ഓഫീസിൽ എത്തിക്കാം. പ്രമാണം റെഡി ആയിക്കോളൂ. ഓക്കെ സർ, ഞാൻ ഇറങ്ങട്ടെ. ഒരു മിനിറ്റ് വരും. വാ. ഏട്ടാ സർ, സർ എന്താ ഇതൊക്കെ? പകുതി സ്വത്ത് നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിലോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും ശരിക്കും മനസ്സിലായില്ല എന്തിനാ അമ്മയും അച്ഛനും ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന്. ഇതൊട്ടും ശരിയല്ല, ശരിയാവില്ല. സർ, നമ്മളെ രണ്ടുപേരെയും അമ്മയും അച്ഛനും ഒരു അഭിപ്രായം പറയാൻ സമ്മതിച്ചില്ല. നമുക്ക് അച്ഛനോട് ഇത് ശരിയായ തീരുമാനം അല്ലെന്ന് പറയണം. ഇവിടുത്തെ മക്കൾക്കെല്ലാം തുല്യ അവകാശമാണ്. അത് പറയണം, അത് പറഞ്ഞേ പറ്റൂ. അത് ശരിയാ. ഇപ്പൊ തന്നെ അച്ഛനെ കണ്ട് ഈ തീരുമാനം മാറ്റാൻ പറയാം. അച്ഛാ, ഞങ്ങള് അച്ഛനോട് സംസാരിക്കാൻ വരായിരുന്നു. എന്തിനാണ്? ഞങ്ങളെടുത്ത തീരുമാനം തിരുത്തണമെന്ന് പറയാനാണ്. അതെ അച്ഛാ, അത് ശരിയാവില്ല. അങ്ങനെയൊന്നും പാടില്ല അച്ഛാ. അത് ഒരിക്കലും അംഗീകരിക്കാൻ പോലും പറ്റില്ല. ആർക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്നാണ് ശ്യാമ പറയുന്നത്? ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ ആദ്യേട്ടനോ അരുണേട്ടനോ അമൃതേടത്തെയൊക്കെ ഇതിനൊക്കെ സമ്മതിച്ചത്. പക്ഷേ അതൊന്നും ശരിയല്ല അച്ഛാ. അതൊരിക്കലും ശരിയാവില്ല. എന്തുകൊണ്ട് ശരിയാവില്ല അത് പറ. അമ്മേ, അത് നിങ്ങൾ രണ്ടാളും ഒന്നും പറയണ്ട. ഇത് ഞാനും അനന്തേട്ടനും ശരിക്കും ആലോചിച്ച് തന്നെ എടുത്ത തീരുമാനം, സംശയമില്ല. എന്നാലും അമ്മ അത് അഖി, നമ്മുടെ ഈ കുടുംബം ഒരിക്കലും തകരാൻ പാടില്ല. ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ആരും ഒരിക്കലും സാമ്പത്തികമായി തകർന്നടിയാൻ പാടില്ല. അതിന് പകുതി സ്വത്ത് നിങ്ങൾ രണ്ടാളുടെയും കയ്യിൽ സുരക്ഷിതമായി തന്നെ ഇരിക്കണം. നിങ്ങൾ സന്മനസ്സുള്ളവരാ, മറ്റുള്ളവരോട് ശരിക്കും കാരുണ്യമുള്ളവരാ. എന്ത് കാര്യത്തിനും ആരെ സഹായിക്കാൻ സന്മനസ് കാണിക്കുന്നവരാ. അങ്ങനെയുള്ളവരുടെ കയ്യിൽ മേജർ സ്വത്ത് നിലനിന്നാൽ മാത്രമേ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ശ്രേയസ്സുണ്ടാവും. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. തുടർന്നും കുടുംബത്തിൽ ആർക്ക് കഷ്ടത വന്നാലും സഹായിക്കാൻ നിങ്ങളെ ഉണ്ടാവും. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അച്ഛാ, ഈ സമ്പത്തൊന്നും തന്നില്ലെങ്കിലും ഇവിടെ എല്ലാവർക്കും ഞങ്ങളാൽ കഴിയുന്ന സഹായം എന്നും ഉണ്ടാവും. അത് മാത്രം പോരാ, ആ പകുതി സ്വത്ത് നിങ്ങളുടെ കയ്യിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ശരിക്കും അധ്വാനിക്കും. അതിന്റെ 10 ഇരട്ടി സ്വത്തുക്കൾ നിങ്ങൾ സമ്പാദിക്കും. അത് ഞങ്ങൾക്ക് ഉറപ്പാ. നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് 18 വയസ്സ് തികയുന്നതുവരെ സ്വത്തുവകകളുടെ കൈകാര്യം അച്ഛനമ്മമാരായ നിങ്ങൾക്കായിരിക്കും. കുഞ്ഞിന് 18 വയസ്സ് കഴിഞ്ഞാൽ ആ ആൾക്ക് സ്വത്ത് കാര്യത്തിൽ സ്വതന്ത്രമായ തീരുമാനമെടുക്കാനും കൈമാറ്റം ചെയ്യാനും ആകും. അതാണ് വ്യവസ്ഥ. ഇനി രണ്ടാളെ എതിർക്കാൻ
വെറുപ്പിച്ചിരുന്നാ മതിയോ? എന്തെങ്കിലും കഴിക്കണ്ടേ? ഇവിടെ വന്നേ പിന്നെ നീ ഒന്നും കഴിച്ചിട്ടില്ല. വിശക്കുന്നില്ലേ? എന്തെങ്കിലും കഴിക്കാം. ദാ. എനിക്കെങ്ങും വേണ്ട. അത് പറഞ്ഞാ പറ്റില്ല. അങ്ങനെ വിശന്നിരിക്കാനൊന്നും പാടില്ല. തല കറങ്ങി അങ്ങനെ വീഴും. ദാ പാത്രം അങ്ങോട്ട് പിടിക്കേ. ഈ ചോറും കറിയൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വല്ല നൂഡിൽസോ പാലോ മതി. അവിടെ ഒരു നൂഡിൽസും പാലും, അല്ലെങ്കിൽ ചൂട് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ആയാലും മതി. അയ്യോ. ആ ബിരിയാണിയാണോ? എങ്കിൽ പഴം ലാസ്റ്റ് കഴിച്ചാ മതി. അതാ ടേസ്റ്റ്. ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനാണോ? ഇതെന്താ ഇങ്ങനെ തരുന്നേ? ഇത് വെറും ബ്രെഡാ. ബ്രെഡ്? ഈ ബ്രെഡും പഴം എടുത്ത് കഴിച്ചിട്ടേ ആ വെള്ളം എടുത്ത് കുടിക്ക്. കഴിക്കടി. എനിക്ക് കഴിക്കാൻ ബ്രെഡും പഴോ? ഇന്ന് ഇതെങ്കിലും ഉണ്ട്. 2 ദിവസം കഴിഞ്ഞാലേ ചിലപ്പോ ഇതും കാണത്തില്ല. മമ്മി മമ്മി ഗുമ്മിന്ന് വിളിച്ചിട്ട് കാര്യമില്ല. വിശപ്പുണ്ടെ കഴിക്ക്. കഴിച്ചില്ലെങ്കിൽ ഇന്ന് മുഴുവൻ പട്ടിണി കിടക്കേണ്ടി വരും. ഒടുവിൽ ഉറക്കം വരത്തില്ല, പറഞ്ഞേക്കാം. എനിക്ക് വേണ്ട. ആ വേണ്ടെങ്കി വേണ്ട. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ കഴിക്കാൻ പോവാ. അപ്പോ മമ്മി ഇതൊക്കെയാ കഴിക്കുന്നത്? കുറെ കാലമായിട്ട് എന്റെ ഭക്ഷണം ഇതൊക്കെ തന്നെയായിരുന്നു. ആനന്ദ നിലയത്തിൽ വന്നപ്പോഴാ ശരിക്കും വല്ലതും ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയേ. മോളെ, നമ്മൾ ശരിക്കും പെട്ടുപോയി. ഇനി അനുഭവിക്കുക തന്നെ, അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. ഇല്ല, എന്നെ ഇതിന് കിട്ടത്തില്ല. ക്യാഷ് എല്ലാം തീർന്ന് അധപ്പതിച്ചപ്പോഴേ ആദ്യം ഞാനും ഇങ്ങനൊക്കെ തന്നെയായിരുന്നു. ഒടുവിലെല്ലാം അഡ്ജസ്റ്റ് ആയി. അല്ലാതെ പറ്റില്ല. എനിക്ക് ഒരിക്കലും മമ്മിയെ പോലെ ഇങ്ങനെ തരം താഴാൻ പറ്റില്ല. താഴും, ഇതിനേക്കാൾ തരം താഴും. വിശപ്പ് വലിയ പ്രശ്നമാ മോളെ. അത് അനുഭവിക്കുമ്പോഴേ അറിയൂ. മമ്മി എന്നെ മനഃപൂർവ്വം ചതിക്കായിരുന്നല്ലേ? എന്ത് ചതി? ഞാൻ നിന്നെ എന്തിനാ ചതിക്കുന്നേ? മമ്മി ഇത്രയൊക്കെ അനുഭവിച്ചു എന്നുള്ളൊരു വാക്ക് ഒരിക്കലെങ്കിലും എന്നോട് പറഞ്ഞോ? എന്തിനാ നിന്നെ കൂടെ വിഷമിപ്പിക്കാനോ? നീയെങ്കിലും ഒന്നും അറിയാതെ അവിടെ സമാധാനത്തോടെ കഴിയട്ടെന്ന് കരുതി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും മമ്മി? എനിക്കറിയത്തില്ല മോളെ. ഞാൻ ആനന്ദ നിലയത്തിൽ സുഖിച്ചു കഴിഞ്ഞതാ. ഇനിയിപ്പോ തിരിച്ചവിടെ എങ്ങനെ കേറാൻ പറ്റുക? അങ്ങനെ വഴിക്ക് വാ. അങ്ങനെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചിന്തിക്കേ. ഞാൻ ഒരുപാട് ആലോചിച്ചതാ മമ്മി. രക്ഷയില്ല, ഒരു വഴിയും കാണുന്നില്ല. എന്ന് പറഞ്ഞാ പറ്റുവോ? എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും. നീ ഒന്ന് ആലോചിക്കേ. മുമ്പ് മമ്മി പറഞ്ഞത് ഞാൻ വെറും മന്ദബുദ്ധിയാണെന്നല്ലേ? അങ്ങനെയുള്ള എനിക്ക് എങ്ങനെ ഐഡിയ കിട്ടാനാ? അയ്യോ, ഞാനത് ദേഷ്യം വന്നപ്പോ പറഞ്ഞു പോയതാ. എന്റെ ഐശ്വര്യമോള് മിടിക്കുക. ശരിക്കും കഴിവും ബുദ്ധിസാമർഥ്യം ഉള്ളവള്. എനിക്കറിയില്ലേ, ശരിക്കും സൗന്ദര്യവും ബുദ്ധിയും ഇല്ലാത്തവരാരെങ്കിലും മിസ് കേരളയാവോ? ഇല്ലല്ലോ. സമയമുണ്ട്. മോള് മനസ്സിരുത്തി ആലോചിക്കേ. അപ്പൊ ഒരു വഴി തെളിഞ്ഞു വരും. എത്രയും വേഗം തിരിച്ച് ആനന്ദ നിലയത്തിൽ കയറി പറ്റണം. എന്തിനും ഞാൻ ഒപ്പമുണ്ട്. അയ്യോ, കറണ്ട്! മമ്മി, കറണ്ട് പോയി. ഇൻവെർട്ടർ ഇല്ലേ മമ്മി? ഇല്ല മോളെ, അങ്ങനെ ഒരു സംവിധാനവും ഇവിടെ ഇല്ല. ചൂട്, ഫാനും ഇല്ല. എന്തൊരു കൊതുകാ മമ്മി ഇവിടെ. മമ്മി, ഇവിടെ കഷ്ടം തന്നെയാട്ടോ പിടിച്ചു നിൽക്കാൻ. എന്നെ കൊണ്ട് പറ്റൂന്ന് തോന്നുന്നില്ല. അതാ പറഞ്ഞത്, ആനന്ദ നിലയത്തിൽ തിരിച്ചു കയറണമെന്ന്. അതാ ശ്യാമയുടെ കാല് പിടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ.